ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2025-26 കെമിസ്ട്രി സബ്ജക്റ്റിൽ വരുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ ഫ്രം 1 to 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ വിൽ ബി ബ്ലൂ ഇൻ എ സൊല്യൂഷൻ വിത്ത് എ പി എച്ച് വാല്യൂ, എന്നിട്ട് ബ്രാക്കറ്റിൽ കുറച്ച് പി എച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. 0, 9, 5.2 ആൻഡ് 3. ഒരു ലായനിയിൽ താഴ്ത്തിയെടുത്ത ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം നീലയാണെങ്കിൽ ആ ലായനിയുടെ പി എച്ച് മൂല്യം എത്രയായിരിക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ആസിഡ്, ബേസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന നമ്മളുടെ ചാപ്റ്ററിലുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നത് ആരാണ്? ആൽക്കലീസ് ആണ്, ബേസസ് ആണ്. ഇനി ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നതാണ് ആസിഡ്സ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു സൊല്യൂഷനിൽ ഒരു ലായനിയിൽ താഴ്ത്തിയെടുത്തപ്പോൾ ലിറ്റ്മസ് പേപ്പർ വിൽ ബി ബ്ലൂ. ബ്ലൂ ആണെങ്കിൽ എന്താണ്? അതൊരു ആൽക്കലി സൊല്യൂഷനാണ്, ബേസാണ്. ബേസ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? 7ൽ കൂടുതലായിരിക്കും അതിൻ്റെ പി എച്ച്. ഓക്കെ, അപ്പോൾ 9 ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ നമുക്ക് 9 തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ Statement 1. When carbon dioxide gas is passed through clear lime water, it will turn milky. ഓക്കെ, എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ അത് പാൽ നിറമുള്ളതായിട്ട് മാറും. Statement 2. Gas react with lime water, calcium hydroxide, by forming carbon dioxide, a white insoluble substance, namely calcium carbonate. Which option is correct among them? അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ചുണ്ണാമ്പ് വെള്ളവുമായി പ്രവർത്തിച്ച് അലയ സ്വഭാവമുള്ള കാൽഷ്യം കാർബണേറ്റ് രൂപപ്പെടുന്നു. ഈ പ്രസ്താവനകളെ ആസ്പദമാക്കി ചുവടെ നൽകുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് ആണ്. എ, ബോത്ത് statements are correct and also statement 2 stands as the reason for statement 1. B, statement 1 right and statement 2 is wrong. Statement 2 is right and statement 1 is wrong. And last one, D, statement 1 and 2 are correct, and at the time statement 1 gives an explanation for statement 2. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ? കറക്റ്റ് ആൻസർ എ ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റും 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസൺ ആണ്. ഓക്കെ, അങ്ങനെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി 1 question from 3 to 8 has a choice. Each question carries 2 scores. അപ്പോൾ ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയായിരിക്കും നമ്മളുടെ പേപ്പറിൽ ഒരു മോഡലായിട്ടുള്ളതല്ലേ ഈ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും വരിക. ഇനി 2 മാർക്കിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾ 2 സെൻറ്റൻസിൽ എഴുതേണ്ട ആൻസേഴ്സുകളായിരിക്കും. അപ്പോൾ 3. Which liquid is often called a universal solvent? Why is it called so? സാർവിക ലായകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് ദ്രാവകമാണ്? അതിനെ അപ്രകാരം വിളിക്കാൻ കാരണമെന്ത്? ഓക്കെ, വാട്ടർ ഈസ് കോൾഡ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ് ഡ്യൂ ടു ഇറ്റ്സ് എബിലിറ്റി ടു ഡിസോൾവ് എ വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസസ്. വ്യത്യസ്ത തരത്തിലുള്ള വിവിധ പദാർത്ഥങ്ങളെ ലയിപ്പിക്കുന്നതിനുള്ള ജലത്തിൻ്റെ കഴിവ് കൊണ്ടാണ് ജലത്തിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം? ആരാണ്, ഏത് ലായകമാണ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത്? പിന്നെ ചോദിച്ചിട്ടുള്ളത് അതിന് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ വാട്ടർ എന്ന് എഴുതി കൊടുത്തിട്ട് ഡ്യൂ ടു ഇറ്റ്സ് എബിലിറ്റി ടു ഡിസോൾവ് എ വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള വിവിധ പദാർത്ഥങ്ങളെ ലയിപ്പിക്കാനുള്ള ജലത്തിൻ്റെ കഴിവ് കൊണ്ടാണ് അതിനെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സെൻറ്റൻസ് പൂർണ്ണമായിട്ട് എഴുതി കൊടുക്കാൻ ശ്രമിക്കണം. ഇവിടെ മിസ്സ് മെയിനായിട്ട് നിങ്ങളുടെ ആ ഒരു ആൻസറിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, പോയിൻറ്റ്സ്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. ഓക്കെ, 4th question. If you place a blade on the surface of water gently, it may stay on the surface of water itself without sinking. A question. Which property of water is responsible for it? B. Add a few ml of soap solution to water near to the blade. What may you observe? Give a reason. അപ്പോൾ ഒരു പാത്രത്തിൽ ജലത്തിൻ്റെ പ്രതലത്തിൽ ശ്രദ്ധയോടൊരു ബ്ലേഡ് വെക്കുക. മുങ്ങിപ്പോവാതെ ആ ബ്ലേഡ് ജലോപരിതലത്തിൽ തന്നെ തുടർന്ന് നിൽക്കുന്നതായി കാണാം.
ജലത്തിൻ്റെ ഏത് സവിശേഷ ഗുണമാണ് ഇതിന് കാരണം? ബ്ലേഡിന് സമീപമായി കുറച്ച് സോപ്പ് ലായനി വീഴ്ത്തുക. അപ്പോൾ എന്താണ് നിരീക്ഷിക്കാൻ കഴിയുക? കാരണം സൂചിപ്പിക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കാരണം നമ്മൾ വാട്ടർ എന്നുള്ള ജലത്തിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി സർഫസ് ടെൻഷൻ. പ്രതലബലം കൊണ്ടാണ് ഈ ഒരു കാര്യം പോസിബിൾ ആവുന്നത്. നമുക്ക് ബ്ലേഡ് നിൽക്കുന്നതും ഈ ചെറിയ പ്രാണികൾ വെള്ളത്തിലൂടെ നടക്കുന്നതും അല്ലെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതൊക്കെ പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സോപ്പ് സൊല്യൂഷൻസ് കുറച്ച് ഡ്രോപ്പ് ആയിട്ട് ഒറ്റിച്ചാൽ എന്ത് സംഭവിക്കും? ബ്ലേഡ് സ്ലോലി സിങ്ക്സ്. അപ്പോൾ ബ്ലേഡിൻ്റെ അടുത്ത് സോപ്പ് സൊല്യൂഷൻ നമ്മൾ ഡ്രോപ്സ് വഴി ഒറ്റിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം അപ്പോൾ എന്ത് സംഭവിക്കും? ബ്ലേഡ് സ്ലോലി സിങ്ക്സ്. ബ്ലേഡ് ക്രമേണ മുങ്ങിപ്പോകും. ബിക്കോസ് സോപ്പ് റെഡ്യൂസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. സോപ്പ് വെള്ളത്തിൻ്റെ പ്രതലബലം കുറക്കും. അതുകൊണ്ടാണ് ബ്ലേഡ് സിങ്ക് ആയിപ്പോയത് സോപ്പ് സൊല്യൂഷൻ ഒറ്റിച്ച സമയത്ത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് 2 അല്ലേ, അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എഴുതുക. ഓക്കെ, ദെൻ 5th ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ കോസ്റ്റൽ ഏരിയാസ് iron articles, iron window bars, etc. rust more quickly when compared to the same material in remote inland areas. Give a reason. തീരപ്രദേശത്തുള്ള വീടുകളിലെ ഇരുമ്പ് വസ്തുക്കളും ജനൽ കമ്പികളും ഉൾനാടൻ പ്രദേശത്തുള്ളവയേക്കാൾ വളരെ വേഗത്തിൽ തുരുമ്പിക്കുന്നതായി കാണാൻ കഴിയും. ഇതിന് കാരണം എന്താണ്? കോസ്റ്റൽ ഏരിയാസിൽ ഉള്ള ഒരു പ്രത്യേകത എന്താണ്? അവരുടെ എയറിൽ കൂടുതൽ മോയ്സ്ചർ കണ്ടെയ്നിങ്, അവരുടെ ആ ഒരു എയറിൽ കുറച്ചും കൂടെ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കോസ്റ്റൽ ഏരിയാസ്. ഇൻ കോസ്റ്റൽ ഏരിയാസ് പ്രസൻസ് ഓഫ് ഇനഫ് മോയ്സ്ചർ കണ്ടെയ്നിങ് ഡിസോൾവ്ഡ് സോൾട്ട്സ്. സോ ദ റേറ്റ് ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ ഇൻക്രീസസ് ഇൻ സച്ച് സറൗണ്ടിങ്സ്. റിമോട്ട് ഇൻലാൻഡ് ഏരിയാസിലോ, ഉൾനാടൻ പ്രദേശങ്ങളിൽ ഫോർ എവേ ഫ്രം സീ ലെസ് മോയ്സ്ചർ, പ്രാക്ടിക്കലി നോ സോൾട്ട്, അതുകൊണ്ടായിരിക്കും എക്സെട്ര. അങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ലവണാംശം ലയിച്ചു ചേർന്ന ജലാംശം ചുറ്റുപാടും ഉണ്ടാകും തീരപ്രദേശത്ത്. ഇത് തുരുമ്പൽ പ്രക്രിയയെ ത്വരിതപ്പെടുത്തും. കാരണം വെള്ളം ബാഷ്പീകരിച്ച് അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു തീരപ്രദേശത്തുള്ള എയറിൽ അല്ലെങ്കിൽ ആ മോയ്സ്ചറിലൊക്കെ സോൾട്ടിൻ്റെ പ്രസൻസ് കൂടുതലായിരിക്കും. ഒരു ഉപ്പിൻ്റെ അംശം കൂടും. നമുക്കറിയാം ഉപ്പ് സോൾട്ടൊക്കെ എന്ത് ചെയ്യും? കൊറോഷനെ ട്രിഗർ ചെയ്യുന്ന ആൾക്കാരാണ് സോൾട്ട്, ആസിഡ്സ് ഒക്കെ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ കടൽ പ്രദേശത്ത് സോൾട്ടിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും എയറിൽ, അതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പിക്കും. എന്നാൽ റിമോട്ട് ലാൻഡ് ഏരിയാസിൽ കടലിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് അവിടുത്തെ മോയ്സ്ചറിൽ ഈ സോൾട്ടിൻ്റെ പ്രസൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇല്ല എന്ന് തന്നെ പ്രാക്ടിക്കലി നോ സോൾട്ട് അങ്ങനെ നമ്മൾ പറയും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുമ്പ് അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു പോർഷനിലോട്ടാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇതൊരു ഡയറക്റ്റായിട്ട് സോൾട്ട് കൊറോഷനെ സ്പീഡപ്പ് ചെയ്യും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇത് ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചത്, ബട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ദെൻ 6th ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇഫ് ദർ ഇസ് എ സാമ്പിൾ ഓഫ് വാട്ടർ ഇൻ ബീക്കർ എ, ബി ആൻഡ് സി, ദ സാമ്പിൾ ഓഫ് വാട്ടർ ഇൻ ബീക്കർ ബി അലോൺ ഗിവ്സ് string lather with soap, but other two gives only little. Water sample in beaker A and C are boiled well and then cooled. After that, A gives strong lather with soap, but C does not. A question: what can you say about the given sample of water? Which sample is soft and which sample is hard water? B. Identify the samples of water which may contain dissolved magnesium carbonate. ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ, കഠിനജലം, ആ ഒരു ഭാഗത്ത് നിന്ന് മൃദുജലം, കഠിനജലം, ആ ഒരു പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എ, ബി, സി എന്നീ 3 ബീക്കറുകളിൽ എടുത്തിട്ടുള്ളത് വ്യത്യസ്ത ജല സാമ്പിളുകളാണ്. ബീക്കർ ബിയിലെ ജലം മാത്രമാണ് സോപ്പുമായി ചേർന്ന് സമൃദ്ധമായ പതയുണ്ടാവുന്നത്. ഓക്കെ, അതായത് എ, സി സാമ്പിളുകൾ സോപ്പുമായി ചേർന്ന് പതയുന്നത് വെറും നാമമാത്രമായിട്ട് മാത്രം, എന്നുവെച്ചാൽ വളരെ കുറച്ചേ അത് പതയുന്നുള്ളൂ. ബീക്കർ ബി മാത്രമാണ് നമ്മൾ നോർമൽ വാട്ടറിൻ്റെ പോലെ നന്നായിട്ട് സോപ്പ് പതയുന്നത്. സോ അതേസമയം എ, സി എന്നീ ബീക്കറുകളിലെ ജലം നന്നായി തിളപ്പിച്ച ശേഷം തണുപ്പിച്ച് കഴിഞ്ഞപ്പോൾ എ ബീക്കറിലെ ജലം സോപ്പുമായി ചേർന്ന് നന്നായി പതയുന്നതായും, എന്നാൽ സി ബീക്കറിലെ ജലം കാര്യമായ പത ഉണ്ടാക്കാത്തതായും കാണാൻ കഴിയുന്നു. അതിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ജലസാമ്പിളുകൾ ഏതൊന്നായിരുന്നു മൃദുല ജലം, ഏതായിരുന്നു കഠിന ജലം?
ഓക്കെ, അപ്പോൾ ഏത് സാമ്പിൾ ജലത്തിലായിരിക്കും മഗ്നീഷ്യം കാർബണേറ്റ് എന്ന ലവണം ലയിച്ച് ചേർന്നിട്ടുണ്ടാവുക? അപ്പോൾ ഒബ്വിയസ്ലി സോപ്പ് നന്നായിട്ട് പതഞ്ഞിട്ടുള്ള ബീക്കർ ബി ആണ് സോഫ്റ്റ് വാട്ടർ, മൃദുജലം ഉള്ളത്. ഹാർഡ് വാട്ടർ ഉള്ളത് സാമ്പിൾ എയിലും സിയിലും ഹാർഡ് വാട്ടറാണ്. അതിൽ തന്നെ പെർമനൻ്റ് ആയിട്ടും ടെമ്പററി ആയിട്ടുള്ള ഹാർഡ് വാട്ടർ ഉണ്ട്. അപ്പോൾ ചൂടാക്കുമ്പോൾ ആ ഒരു ഹാർഡ് വാട്ടർ നമുക്ക് അതിൽ സോപ്പിനെ പതപ്പിക്കുന്നത് ആരായിരിക്കും? എപ്പോഴും ശേഷം തണുപ്പിച്ചപ്പോൾ സോപ്പ് പതഞ്ഞാൽ അതെന്തായിരിക്കും? ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബീക്കർ എയിലാണ് മഗ്നീഷ്യം ബൈകാർബണേറ്റ്സിൻ്റെ സോൾട്ടുകൾ ഡിസോൾവ് ആയിട്ടുണ്ടാവുക. ഓക്കെ, സി എന്ന് പറയുന്നത് പെർമനൻറ്റ് ഹാർഡ് വാട്ടറാണ്. അപ്പോൾ അത് എന്ത് ചെയ്താലും അത് കാര്യമായിട്ട് പതെന്താക്കുന്നില്ല. അപ്പോൾ നമുക്ക് മൃദുലജലം സാമ്പിൾ ബിയിലും കഠിനജലം സാമ്പിൾ എയും സിയും ആണ്. അതിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഡിസോൾവ് ആയിട്ടുള്ളത് ബീക്കർ എയിലുമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് അത് എഴുതി കൊടുക്കേണ്ടത്. ദെൻ 7th question. You know that almost all non-metallic oxides react with water forming acids. Relating to this, complete the following missing item A, B, C, D. Okay, അതിൽ number of non-metallic elements in the chemical formula of the acid formed by reacting with water, chemical name of acid ഫോംഡ് ബൈ റിയാക്ടിങ് വിത്ത് വാട്ടർ. അപ്പോൾ ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുലയും ആ ഒരു കെമിക്കൽ നെയിമും നമ്മൾ തന്നിട്ടുണ്ടാവും. പിന്നെ ഒരു നോൺ മെറ്റാലിക്കും. 4 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. സൾഫർ ട്രയോക്സൈഡ് H2SO4 is സൾഫ്യൂരിക് ആസിഡ്. സൾഫർ ട്രയോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് ABCD 4 എണ്ണമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. മലയാള മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും നമുക്ക് എഴുതുമ്പോൾ ആസിഡ്സിൻ്റെ പേര് മലയാളത്തിൽ എഴുതാം. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ മലയാളത്തിൽ എഴുതി കൊടുക്കുന്നതെന്നേ ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല കേട്ടോ. പിന്നെ കെമിക്കൽ ഫോർമുല എല്ലാവർക്കും സെയിം ആണ്. സോ എ ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ് P2O5. P2O5 കൊണ്ടുണ്ടാവുന്ന ആസിഡിൻ്റെ കെമിക്കൽ നെയിം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ബി ഫോസ്ഫോറിക് ആസിഡ്. ദെൻ നൈട്രോജൻ ഡയോക്സൈഡ് NO2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്നത് HNO3 ആണ്, BHNO3. ഓക്കെ, സോ സി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഏത് നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണെന്ന് കണ്ടുപിടിക്കണം. അതിൽ നമുക്കുണ്ടായ ആസിഡിൻ്റെ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. H2SO3 ആണ് കേട്ടോ. അത് ഫസ്റ്റ് H2SO4 ആയിരുന്നു. സൾഫർ ട്രയോക്സൈഡ് ആണ് H2SO4 തരുന്നത്. സൾഫർ ഡൈ ഓക്സൈഡ് SO2 ആണ് H2SO3 തരുന്നത് കേട്ടോ. അത് സൾഫ്യൂറസ് ആസിഡാണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതി കൊടുക്കണം. മലയാളക്കാർ ജസ്റ്റ് ഇതിനെ മലയാളത്തിൽ എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്, ടേക്ക് 100 ml NaOH sodium hydroxide solution in a beaker, add a small dose of phenolphthalein to it. അപ്പോൾ 100 ml NaOH എടുത്തു, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫിനോഫ്തലിൻ സ്മോൾ ഡോസിൽ ഒരു കുറച്ച് 2-3 ഡ്രോപ്സ് ഒറ്റിച്ചു. എന്നിട്ട് വാട്ട് കളർ ചേഞ്ച് വിൽ യു നോട്ടീസ് ഹിയർ? വിച്ച് പ്രോപ്പർട്ടി ഓഫ് NaOH ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കളർ ചേഞ്ച്? അപ്പോൾ നമുക്ക് എന്ത് നിറമാറ്റമായിരിക്കും കാണുക? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഏത് ഗുണവിശേഷമാണ് ഈ ഒരു നിറമാറ്റത്തിന് കാരണം? ബി ക്വസ്റ്റ്യൻ, ആഡ് എ ഫ്യൂ ml ഓഫ് ഡൈലൂട്ട് HCl ആസിഡ് ടു ദ എബവ് സൊല്യൂഷൻ ഡ്രോപ്പ് along with frequent stirring. What change will you notice here? Why? ഈ ലായനിയിൽ നമ്മൾ നേർപ്പിച്ച HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറച്ച് തുള്ളിയായിട്ട് ഊറ്റിക്കുമ്പോൾ എന്താണ് ഈ ഒരു ലായനിയിൽ മാറ്റം ഉണ്ടാവുന്നത്, എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എഴുതാം. ഈ NaOH സൊല്യൂഷൻ ഒരു കളർലെസ് സൊല്യൂഷൻ ആയിരുന്നു, അത് പിങ്ക് ആയിട്ട് മാറി. ഫിനോഫ്തലിൻ്റെ 2-3 ഡ്രോപ്പ് ഒറ്റിച്ച സമയത്ത് കളർലെസ് സൊല്യൂഷൻ ടേൺസ് ഇൻ ടു പിങ്ക്. നിറമില്ലാത്ത ലായനി പിങ്കായി മാറി. ഇത് the alkaline nature of NaOH is responsible for this color change. Alkaline nature, ആൽക്കലി സ്വഭാവം, NaOHൻ്റെ ആൽക്കലി സ്വഭാവമാണ് ഈ ഒരു നിറം മാറ്റത്തിന് കാരണമായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബി എന്താണ്? പിങ്ക് കളർ സ്ലോലി ഫെയ്ഡ്സ്. നമ്മൾ HCl ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പിങ്കിൻ്റെ നിറ തീവ്രത ക്രമേണ കുറയുന്നു. നമ്മളിങ്ങനെ ആസിഡ് അതിലേക്ക് ഡ്രോപ്പ് ആയിട്ട് ഒറ്റിച്ച് സ്റ്റിർ ചെയ്യുന്ന സമയത്ത്, അതിങ്ങനെ അതിൽ ലയിപ്പിക്കുന്ന സമയത്ത് ആ ഒരു പിങ്ക് കളർ ഇങ്ങനെ ഫെയ്ഡായി വരും. ബിക്കോസ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് NaOH, HCl is acidic and NaOH is alkali together with a neutralization reaction. അപ്പോൾ ഇവിടെ
HCl ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, നിർവീകരണ പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സൊല്യൂഷനിലുള്ള NaOHൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. NaOHൻ്റെ ഗാഢത കുറഞ്ഞു വരും. കാരണം NaOH HClലും കൂടിയിട്ട് അവിടെ സോൾട്ടും വാട്ടറും ആയിട്ടുള്ള ആ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, നിർവീകരണ പ്രവർത്തനമല്ലേ നടക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള NaOH അവിടെ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ആ കളറ് മാറുന്നത് കേട്ടോ. കളർ കുറഞ്ഞു വരാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതി കൊടുക്കുക. പിന്നെ 8th question, metals are used in large quantities all over the world by considering their notable characteristic properties. Mention any for such characteristics of properties. അപ്പോൾ ലോകമെമ്പാടും ലോഹങ്ങൾ വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നത് അവയുടെ പലതരത്തിലുള്ള സവിശേഷ ഗുണങ്ങൾ കണക്കിലെടുത്താണ്. ലോഹങ്ങളുടെ അത്തരത്തിലുള്ള ഏതെങ്കിലും 4 സവിശേഷ ഗുണങ്ങൾ സൂചിപ്പിക്കുക. മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സോണോറിറ്റി, ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, ഹൈ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഈ മാർക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടണം. ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 9. A chemical substance, sodium hydroxide and hydrochloric acid are allowed to react together. Give the name and formula of the salt thus formed. In the above reaction, what is the product formed when the common component of alkali combines? So, what is the product formed when the positive ion in potassium hydroxide and the negative ion in hydrochloric acid combine together? അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന ഫലമായി രൂപപ്പെടുന്ന ലവണത്തിൻ്റെ പേര്, ആ ഒരു സോൾട്ടിൻ്റെ പേരെന്താണ്, അതിൻ്റെ രാസസൂത്രം സൂചിപ്പിക്കുക. ഈ ഒരു പ്രവർത്തനത്തിൽ ആസിഡിലെ പൊതുഘടകവും ആൽക്കലിയിലെ പൊതുഘടകവും തമ്മിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനത്തിൽ KOHലെ പോസിറ്റീവ് അയോണും HClലെ നെഗറ്റീവ് അയോണും തമ്മിൽ സംയോജിച്ചുണ്ടാവുന്ന ഉൽപ്പന്നം ഏതായിരിക്കും എന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോഡിയം ക്ലോറൈഡാണ് അവിടുത്തെ സോൾട്ടായിട്ടുണ്ടാവുന്നത്. ഇവിടെ നടക്കുന്നത് ന്യൂട്രലൈസേഷൻ, നിർവീകരണ പ്രവർത്തനമാണ്. ഇതിലുണ്ടാവുന്ന ലവണം സോൾട്ട് സോഡിയം ക്ലോറൈഡാണ്. അതിൻ്റെ ഫോർമുല NaCl. ഇനി ആസിഡിലെയും ആൽക്കലിയിലെയും കോമൺ ഫാക്ടേഴ്സ്, കോമൺ ആയിട്ടുള്ള ആൾക്കാർ, പൊതുഘടകം കൂടി ചേർന്നാൽ എന്താ ഉണ്ടാവുകയാണ്? വാട്ടറാണ് ഉണ്ടാവുക. ആസിഡിലെ പൊതുഘടകം H+ഉം ആൽക്കലിയിലെ പൊതുഘടകം OH- ആണ് കോമൺ ഫാക്ടേഴ്സ്. അപ്പോൾ ഇവർ രണ്ടും കൂടെ കൂടി ചേർന്നാൽ H2O, വാട്ടറാണ് ഉണ്ടാവുക. പിന്നെ പറഞ്ഞത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോണും HClലെ നെഗറ്റീവ് അയോണും കൂടി ചേർന്നാൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ KOH എന്നിൽ K+ഉം OH- ആണ്. HClലെ H+ഉം Cl- ആണ്. സോ ആ ഒരു പ്ലസ് മൈനസും കൂടി ചേർന്നാൽ KCl ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഫോർമുല ഒക്കെ സെയിം ആണ്. ജസ്റ്റ് സോഡിയം ക്ലോറൈഡ് എന്ന് മലയാളത്തിൽ എഴുതി കൊടുക്കണം എന്നേ ഉള്ളൂ. മലയാളം മീഡിയം കുട്ടികൾ അത് മാത്രമേ അവർ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ ഐഡൻറ്റിഫൈ ദ ആസിഡ് ആൻഡ് ആൽക്കലി ദാറ്റ് മസ്റ്റ് ബി റിയാക്റ്റഡ് ടുഗെദർ ടു ഒബ്റ്റെയിൻ ഈച്ച് ഓഫ് ദ ഗിവൺ സോൾട്ട്. ഇവിടെയും സോൾട്ടിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഏതൊക്കെ ആസിഡും ഏതൊക്കെ ബേസും കൂടി ചേർന്നാലാണ് ഈ സോൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ B, സോഡിയം സൾഫേറ്റ് Na2SO4. Na2SO4 ഉണ്ടാവണമെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് H2SO4ഉം നെയിം ഓർ ഫോർമുല രണ്ടാലൊന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ H2SO4 അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആണ് A. B, സോഡിയം ഹൈഡ്രോക്സൈഡും NaOHും H2SO4ഉം കൂടി ചേർന്നാൽ Na2SO4 ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പൊട്ടാഷ്യം ക്ലോറൈഡ് KCl ആണ്. അപ്പോൾ HClലും ഹൈഡ്രോക്ലോറിക് ആസിഡും അവിടെ ബേസായിട്ട് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും KOHും HClലും കൂടി ചേർന്നാൽ നമുക്ക് KCl കിട്ടും. ദെൻ MgNO3 മെഗ്നീഷ്യം നൈട്രേറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് നൈട്രിക് ആസിഡിനെയും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെയും കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് അവിടെ സോൾട്ടായിട്ട് മെഗ്നീഷ്യം നൈട്രേറ്റ് കിട്ടും. അപ്പോൾ മലയാളത്തിൽ സൾഫ്യൂരിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, C ഹൈഡ്രോക്ലോറിക് ആസിഡ്,
ഡി പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, ഇ നൈട്രിക് ആസിഡ്, എഫ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് മലയാളം മീഡിയക്കാർ മലയാളത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള മക്കൾ ഇംഗ്ലീഷിലും എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഓക്കെ അല്ലേ ഇത്? ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ മെറ്റാലിക് കൊറോഷൻ? ലോഹനാശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ് ടു യൂസ് ആൻ അയൺ നൈഫ് കട്ടിംഗ് ലെമൺ. വൈ? നാരങ്ങ മുറിക്കുവാൻ ഇരുമ്പ് കത്തി ഉപയോഗിക്കുന്നത് ശരിയായ പ്രവണതയല്ല. എന്തുകൊണ്ട്? വി ഗിവ് മച്ച് അറ്റൻഷൻ ഇൻ കീപ്പിംഗ് അവർ അയൺ ഗെറ്റ് പെയിൻറ്റഡ്. വീട്ടിലെയും മറ്റ് ഇരുമ്പ് ഗേറ്റിനെ പെയിൻറ് ചെയ്ത് സൂക്ഷിക്കുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധാലുക്കളാണ്. എന്തുകൊണ്ട്? അപ്പോൾ ആ ഒരു മെറ്റാലിക് കൊറോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 94 കൊടുത്തിട്ടുണ്ട് മെറ്റാലിക് കൊറോഷൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് മെറ്റാലിക് കൊറോഷൻ എങ്ങനെ എഴുതാം? മെറ്റൽ റിയാക്ട് വിത്ത് വേരിയസ് കോമ്പണൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ടു ഫോം കോമ്പൗണ്ട്സ്. ദിസ് ഈസ് കോൾഡ് കൊറോഷൻ. Corrosion is a process where metals are oxidized by atmospheric oxygen to form stable metal oxides. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായിട്ട് മാറുന്നു. ഈ പ്രക്രിയയാണ് ലോഹനാശനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 94 നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ അതിൽ പോയി നോക്കണേ. പിന്നെയുള്ളത് അയൺ വുഡ് റിയാക്ട് വിത്ത് ആസിഡ് പ്രസൻറ്റ് ഇൻ ലയമൺ. അപ്പോൾ നാരങ്ങയിലുള്ള സിട്രിക് ആസിഡ്, ആ ആസിഡുമായിട്ട് നമ്മുടെ ഇരുമ്പ് കത്തി റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദിസ് വിൽ സപ്പോർട്ട് ദ റസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പോൾ ഇത് നമ്മുടെ അയണ് തുരുമ്പ് പിടിക്കാൻ കാരണമാവും. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കോട്ടിംഗ് ഓഫ് പെയിൻറ്റ് ഓവർ ദ സർഫേസ് ഓഫ് അയൺ വിൽ പ്രിവെൻറ്റ് ഇറ്റ്സ് കോൺടാക്ട് വിത്ത് ദ സറൗണ്ടിങ്സ്, ഹെൻസ് ഇറ്റ്സ് കൊറോഷൻ ഓർ റസ്റ്റിംഗ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. അപ്പോൾ ഇരുമ്പ് ഗേറ്റിൻ്റെ പ്രതലത്തിൽ ഉണ്ടാക്കിയെടുത്ത പെയിൻറ്റ്, നമ്മൾ എന്തിനാണ് പെയിൻറ്റ് അടിക്കുന്നതെന്ന് ചോദിക്കുന്നത്, ആ പെയിൻറ്റ് ഒരു ആവരണമായിട്ട് നിൽക്കും. അപ്പോൾ അത് ഇരുമ്പിനെ ചുറ്റുപാടുള്ള ഘടകങ്ങളുമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതാവുകയും അതുവഴി ഇരുമ്പ് തുരുമ്പിക്കലിന് വിധേയമാകാതെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പെയിൻറ്റ് അടിച്ച് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ബിലോ ആൻഡ് ഓൾ ദ ബെസ്റ്റ് എവ്രി വൺ. അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് വരിക. ഓക്കെ, വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ്.